കർത്താവിന്റെ അതിപരിസമായ ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവത്തിന ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ തിരുവെഴുത്ത് ഭാഗം നമ്മളെപ്പോഴും പറയുകയും ചിന്തിക്കുകയും ഈ വചനം എല്ലാവർക്കും മനഃപ്പാഠമായിട്ട് അറിയാവുന്നതുമാണ്. അതുതന്നെയല്ല, ഈ വചനത്തിൽ നാം പലപ്പോഴും പ്രത്യാശിക്കാറുണ്ട്, സന്തോഷിക്കാറുണ്ട്. കർത്താവ് നമുക്ക് തന്ന അധികാരത്തെ നാം വിശ്വസിക്കാറുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന വെല്ലുവിളികൾ, സാത്താന്യ പൂരുകളെ ഈ വചനം പറഞ്ഞ് നമ്മൾ ജയിക്കാറുണ്ട്. സ്തോത്രം. കാരണം ഈ വചനത്തെ വലിയ അധികാരമുള്ള വചനമാണ്. സ്തോത്രം. യേശു ശിഷ്യന്മാർക്ക് മാത്രമല്ല ഈ അധികാരം കൊടുക്കുന്നത്, ഇന്നുള്ള സകല ദൈവഭക്തന്മാർക്കും ഈ അധികാരം തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷം ഹല്ലേലൂയ 10-ാം അധ്യായത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ അതിന്റെ 1-ാം വാക്യം നമ്മൾ വായിച്ചാൽ ഇങ്ങനെ കാണുന്നുണ്ട്. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു, താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തേക്കും അവയെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് ചെല്ലുവാനുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും സ്തോത്രം 70 പേരെ തെരഞ്ഞെടുത്ത് 2 പേരെ അയക്കുക. അവർ കടന്നുപോയി ദൈവം അവരെ ഏൽപ്പിച്ച അധികാരവും ശുശ്രൂഷകളും ഒക്കെ ചെയ്യുന്നത് തുടർന്നുള്ള ഭാഗങ്ങളിൽ നാം വായിച്ചു വരുമ്പോൾ കാണാൻ കഴിയും. ചില നാളുകൾക്ക് ശേഷം അവർ മടങ്ങി വരികയാണ്. മടങ്ങി വന്നവർ യേശുവോട് പറയുന്ന ഭാഗമാണ് നമ്മൾ ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം 17 തൊട്ട് താഴോട്ട് 20 വരെ വാക്യങ്ങൾ വായിച്ചാൽ കാണുന്നു. പൗരവരൻ ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന്, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു പറഞ്ഞ വചനമാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അടുത്ത വാക്യം പറയുന്നത് ഹല്ലേലൂയ, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ അത്രേ സന്തോഷിപ്പി. അപ്പൊ യേശു അയച്ച ശിഷ്യന്മാരുടെ പേര് എവിടെ ഉണ്ട്? ആമേ, സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിൽ അവരുടെ പേര് എഴുതിയിരിക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരുണ്ട്. അപ്പം വീണ്ടെടുക്കപ്പെടുന്ന ഓരോ ദൈവഭക്തന്മാരും, കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്ക് വരുന്ന ഓരോ ഭക്തന്മാരുടെ പേര് ആമേ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു. ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് അധികാരം ദൈവം അവർക്ക് തരികയാണ്. ആ അധികാരത്തോടെയാണ് ദൈവം തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവദാസിദാസന്മാരെ അയക്കുന്നത്. ആ അധികാരത്തോടെ അവർ കടന്നുപോയി ദൈവത്തിനും പ്രസംഗിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഭൂതങ്ങൾ കീഴടങ്ങും, രോഗികൾ സൗഖ്യം പ്രാപിക്കും, വലിയ വിടുതലുകൾ അവിടെ നടക്കാൻ കാരണമാകും. എന്തുകൊണ്ടാണ്? ആമീൻ, ദൈവം തെരഞ്ഞെടുത്തവരുടെ പേര് സ്വർഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് യേശു കർത്താവ് പറയുകയാണല്ലോ, കർത്താവ് സാത്താന്റെ പരീക്ഷകളെ തോൽപ്പിച്ചപ്പോൾ സാത്താൻ മനുഷ്യന്റെ മേലുള്ള അധികാരം ചുരുങ്ങി. യേശു പിശാചിനെ തോൽപ്പിച്ചപ്പോൾ സാത്താന് മനുഷ്യന്റെ മേലുള്ള അധികാരം ചുരുങ്ങി. തുടർന്ന് അനേകം ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കുവാൻ ദൈവം ശിഷ്യന്മാർക്ക് അധികാരം കൊടുത്തു. അപ്പൊ യേശു സ്തോത്രം സാത്താനെ തോൽപ്പിക്കുന്നു. സാത്താന് മനുഷ്യന്മേലുള്ള അധികാരം ചുരുങ്ങും. അത് മുഖാന്തരം എന്ത് ചെയ്തു? ശിഷ്യന്മാർ അനേക ഭൂതഗ്രസ്തരെ, അനേക രോഗികളെ സൗഖ്യമാക്കാൻ കാരണമായി. അപ്പൊ ശിഷ്യന്മാർ പുറത്താക്കിയത് ശക്തരായ പിശാചുക്കളെ അല്ലായിരുന്നു. അതുകൊണ്ട് കോപം നിറഞ്ഞ സാത്താൻ തന്റെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നും ധാരാളം ശക്തി കൂടിയ പിശാചുക്കളെ ഭൂമിയിലേക്ക് അയച്ചു. അത് കർത്താവ് സ്തോത്രം മിന്നൽ പോലെ സ്തോത്രം ഭൂമിയിലേക്ക് ഇറങ്ങുന്നതാ കണ്ടത്. നമ്മൾ ചിന്തിച്ചാൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്,
പിശാച് തന്ത്രശാലിയാണ്. അവൻ അടങ്ങിയിരിക്കത്തില്ല. അവൻ സകല സൂത്രവിദ്യകളും ഉപയോഗിക്കും. ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ മക്കളെ, ദൈവദാസന്മാരെ തകർക്കുവാൻ, തലമുറകളെ തകർക്കുവാൻ പിശാച് പലവിധമായ സാത്താനി പദ്ധതികളുമായി അവൻ എഴുതേക്കും. ലേരിയ സ്വതം. അപ്പൊ സാത്താൻ ഭൂമിയിലെയും അവൻ ആകാശത്തിലെയും അധിപതിയാണെന്ന് എഫേസ്യ ലേഖനം 2:2 വായിക്കുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെയും ശിഷ്യന്മാരുടെയും അല്ലെങ്കിൽ സ്വതം ഭൂതോച്ചാടനം അന്ധകാര ശക്തികൾക്ക് കനത്ത പ്രഹരമായിരുന്നു. സാത്താന് ആകാശമണ്ഡലത്തിൽ അധികാരമൊക്കെ ഉണ്ടെങ്കിലും, സ്വർലോകത്തിലെ അധികാരി ദുഷ്ടാത്മസേനയാണെങ്കിലും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെയും ശിഷ്യന്മാരുടെയും വാക്കുകൾ, അവരുടെ ശുശ്രൂഷ അല്ലേലിയ സാത്താനെ തകർക്കുന്നതായിരുന്നു. പ്രൈസറോ. ഈ അവൻ ക്രൂശീകരണവും യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും സാത്താന്റെ അധികാരത്തിന്റെ തകർച്ച അവിടെ കാണാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തോടുകൂടി സാത്താന്റെ തലയെ തകർക്കുമ്പോൾ അവന്റെ അധികാരത്തിന്റെ തകർച്ച അവിടെ കാണാം. അല്ലേ? അപ്പൊ ശക്തി ക്ഷയിച്ചു പോയ സാത്താൻ, അധികാരം നഷ്ടപ്പെട്ടു പോയ, ശക്തി ക്ഷയിച്ചു പോയ സാത്താൻ അവൻ ഏതൊരു ക്രൈസ്തവനെ, ഒന്നുകൂടെ പറഞ്ഞാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തെ മുഴുവൻ അവൻ ആക്രമിക്കുവാൻ അവൻ ഒരുങ്ങിയിരിക്കുകയാണ്. കാരണം അവന് അധികാരമില്ല, അവന്റെ തലയെ തകർത്തതാണ്. ഇനി അവന്റെ ഒരു ഒറ്റ പദ്ധതി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ ദൈവഭക്തന്മാരെ ആക്രമിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അവൻ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ടുവരും. ഇന്ന് പകരം ഈ ദൈവത്തിനും കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന സഹോദരി, നീ സാത്താനെ ഭയപ്പെടരുത്, പിശാചിനെ നീ ഭയപ്പെടരുത്. അവൻ ഒരുക്കുന്ന തന്ത്രങ്ങളെ, സൂത്രങ്ങളെ നീ തിരിച്ചറിയണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ സാത്താന്റെ തലയെ തകർത്തു. പാമ്പിന്റെ തല, പാമ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ സാത്താന്റെ നിഴൽ. നമുക്കറിയാം, ഏദൻ പറുദീസയിൽ ഹവ്വയെ വഞ്ചിച്ചത്, പ്രലോഭനം കൊടുത്ത് അവളെ ഇങ്ങോട്ട് പാപം ചെയ്യിപ്പിച്ചത് പാമ്പാണ്. അല്ലേരിയ. ആ പഴയ പാമ്പ്, ആ മഹാസർപ്പം ഇന്നും ആമേലിയ സാത്താന്റെ രൂപത്തിൽ, അല്ലേലിയ സാത്താനി വേഷം കെട്ടി വിവിധ മാർഗത്തിലൂടെ, നിലകളിലൂടെ ദൈവജനത്തിന് നേരെ അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അപ്പൊ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ സാത്താന്റെ തലയെ തകർത്തു. അവന്റെ അധികാരം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആ അധികാരമാണ് കർത്താവ് ശിഷ്യന്മാർക്ക് നൽകുന്നത്. ആ അധികാരമാണ് ദൈവഭക്തർക്ക് നൽകുന്നത്, ദൈവസഭയ്ക്ക് നൽകുന്നത്. അതുകൊണ്ട് നീ സാത്താനെ കണ്ട് വിറയ്ക്കരുത്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ സാത്താനെ കണ്ട് വിറയ്ക്കരുത്. സാത്താൻ എന്ന് പറയുമ്പോൾ, പിശാച് എന്ന് പറയുമ്പോൾ പലർക്കും മുട്ടിടിക്കും, പിന്നെ പലർക്കും വിറയില്ല. അത് കാണുമ്പോൾ തന്നെ സാത്താൻ നിന്റെ മേൽ ആധിപത്യം പുലർത്താൻ തുടങ്ങും. പ്രൈസലോ. സാത്താനെ നീ ഭയപ്പെടുന്നു, പിശാചിനെ നീ ഭയപ്പെടുന്നു എന്ന് കാണുമ്പോൾ അവൻ നിന്റെ മേൽ കർത്തൃത്വം നടത്തും. പ്രൈസലോ. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, സാത്താനെ നീ ജയിക്കുകയാണെങ്കിൽ അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയാൽ മതി. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങണം. അങ്ങനെ ദൈവത്തിന് കീഴടങ്ങുമ്പോൾ പിശാചുക്കളോട് നിങ്ങൾ എതിർത്ത് നിൽക്കുമ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് ഈ യാക്കോബിന്റെ ലേഖനമൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും. അപ്പം പിശാചിനോട് എതിർത്ത് നിൽക്കണം. ഹല്ലേലൂയ. അവരോട് എതിർത്ത് നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമുക്ക് ഈ അധികാരം തരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞ ഭാഗങ്ങളും ശിഷ്യന്മാർക്ക് കൊടുത്ത അധികാരവും അവരുടെ ശുശ്രൂഷയിൽ നടന്ന അധികാരങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. എന്നിട്ടാണ് യേശു പറയുന്നത്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളിലൂടെ ഈ മഹാത്ഭുതങ്ങൾ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ ദൈവത്തെ വായിക്കുമ്പോൾ ഈ സാത്താൻ എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് പേടിയാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഈ സാത്താൻ മനുഷ്യരിലൂടെ തന്നെയാണ് തന്ത്രങ്ങൾ ചെയ്യുന്നത്. സാത്താന് തന്റെ പ്രവൃത്തി ചെയ്യാൻ ഭൂമി മനുഷ്യരെ ആവശ്യമാണ്. ലേലിയ അവൻ അതിനുവേണ്ടി ചിലരെയൊക്കെ തെരഞ്ഞെടുത്ത് ആ ഭാഗത്ത് നിയോഗിക്കും. നമുക്ക് ചിലർക്ക് എപ്പോഴും പിശാചുക്കളെ കുറിച്ചുള്ള ഭയമാണ്. എപ്പോൾ നോക്കിയാലും പലരും പിശാചിനെ കുറിച്ചുള്ള ഭയമാണ് പറയുന്നത്. അവിടെ ശബ്ദം കേട്ടു, ഇവിടെ ശബ്ദം കേട്ടു, രാത്രിയിൽ അങ്ങനെ കേട്ടു, ഇങ്ങനെ കേട്ടു, ഉറങ്ങാൻ പറ്റിയില്ല, സ്വപ്നങ്ങളായിരുന്നു, ദുർസ്വപ്നങ്ങളായിരുന്നു.
ഭയപ്പെടുന്ന ചിന്തകളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സാത്താനെ ഭയപ്പെടുന്ന നല്ലൊരു ശതമാനം ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. എന്തിനാണ് സഹോദര സഹോദരി പിശാചിനെ ഭയപ്പെടുന്നത്? അവൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല. കാരണം അവന്റെ തലയെ യേശു തകർത്തതാണ്. അവന് അധികാരങ്ങളൊന്നുമില്ല. പിന്നെ അവൻ തന്ത്രങ്ങളാണ്. തന്ത്രത്തെ നീ എതിർത്ത് നിൽക്കണം. അവന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കണം. അതുകൊണ്ടാണ് യേശു സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന്. ശരി. അപ്പൊ തന്ത്രശാലി നിന്റെ നേരെ തന്ത്രങ്ങളോ. അതിപ്പോ പലർക്കും പിശാചെന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ്. അല്ലേ? ഈ ഭയത്തെ അവൻ പ്രയോഗിച്ചുകൊണ്ട് ചില ജാലവിദ്യകളുമായിട്ട് കടന്നു വരും. നമ്മളവനെ ഭയപ്പെടുന്നത് കാണുമ്പോൾ അത് മുതലെടുത്തുകൊണ്ട് അവൻ ചില ജാലവിദ്യകളുമായി നിങ്ങളുടെ അരികിലയക്കും. അല്ലേ? അങ്ങനെ ഈ ജാലവിദ്യക്കാർ നിങ്ങളുടെ അരികിൽ വന്നിട്ട് നിങ്ങളോട് പറയും, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് വളരെ ദോഷങ്ങൾ കാണുന്നു, നിങ്ങളുടെ തലമുറയെക്കുറിച്ച് വളരെ ദോഷങ്ങൾ കാണുന്നു, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ബിസിനസിനെ കുറിച്ച് വളരെ ദോഷങ്ങൾ കാണുന്നു. ഭയപ്പെടുത്തും. പിശാച് ചെയ്യുന്ന പരിപാടിയാണ്. ചില ജാലവിദ്യക്കാരെ തെരഞ്ഞെടുത്തിട്ട് നിങ്ങളെ എനിക്ക് വിട്ടിട്ട് പറയും, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തും. ചിലർ പറയും നിങ്ങളുടെ ഭവനത്തിന് വളരെ ക്ഷുദ്രം ചെയ്തിട്ടുണ്ട്, കൂടോത്രം ചെയ്തിട്ടുണ്ട്, മന്ത്രവാദം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും. ചിലർ പറയും അത് പാലിക്കൂടെ തന്നത്, ഫ്രൂട്ട്സിലൂടെ തന്നിരിക്കുന്നത്, ജ്യൂസിലൂടെയാണ് തന്നിരിക്കുന്നത്, മുട്ടയിലൂടെയാണ് തന്നിരിക്കുന്നത്, ചോറിനകത്തൂടെ തന്നിരിക്കുന്നത്. അങ്ങനെ വിവിധ നിലകളിലൂടെ ഈ കൂടോത്രങ്ങൾ, ക്ഷുദ്രങ്ങൾ, മന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ വയറ്റിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്, വിഷം തന്നിട്ടുണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേനും മനുഷ്യന്റെ ആദ്യം ഇളകും. അല്ലേ? അവൻ പിന്നെ പറയൂ, കൂടോത്രം ചെയ്തിട്ടുണ്ട്, മന്ത്രവാദം ചെയ്തിട്ടുണ്ട്, ശുദ്ധം ചെയ്തിട്ടുണ്ട്, പഴത്തിലൂടെ, ഫ്രൂട്ട്സിലൂടെ, ജ്യൂസിലൂടെ ഒക്കെ കൈവിഷം തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇളക്കും. അങ്ങനത്തെ ജാലവിദ്യക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ അനവധി മീറ്റിങ്ങുകൾ കണ്ടാൽ നമുക്കത് മനസ്സിലാവും. നമ്മുടെ അനവധി മീറ്റിങ്ങുകൾ കണ്ടാൽ ഇതൊക്കെ മനസ്സിലാവും. എന്നാൽ ഇതുണ്ടെന്ന് പറയുന്ന ആളുകൾക്ക് അതിനെ പുറത്തെടുത്ത് കളയാനൊട്ട് അറിയത്തുമില്ല. അല്ലേ? അപ്പൊ യേശുക്രിസ്തു ചെല്ലുവാനുള്ള പട്ടണത്തിലേക്ക് യേശുക്രിസ്തുവിന് മുമ്പേ ശിഷ്യന്മാരെ ഈരണ്ട് വെച്ചയച്ച് അവർ പോയ പട്ടണങ്ങളൊക്കെ അവരിൽ കൂടെ അത്ഭുതങ്ങളൊക്കെ നടന്നു. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നവർക്ക് അതിനെ പുറത്താക്കാൻ കഴിയത്തില്ല. കാരണം അവരുടെ പേര് സ്വർഗത്തിലില്ല എന്നുള്ളതാണ് അതിനുള്ള യാഥാർത്ഥ്യം, അതിനുള്ള സത്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ കൂടുതൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ പേര് സ്വർഗത്തിലുണ്ടെന്ന് തിരിച്ചറിയണം. അല്ല ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ പണം തട്ടിയെടുക്കലാണെങ്കിൽ അത് സാത്താന്റെ ജാലവിദ്യ കേട്ടോ. അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ആകെപ്പോണെ ആദിഭൂതി ഇളകി വിറച്ച് അയ്യോ കൂടോത്രം ചെയ്തിരിക്കും. ചെല്ലു പറയും നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഉമ്മറത്ത് നടയുടെ കീഴില് ഒരു തകിട് കിടപ്പുണ്ടെന്ന് പറയും. അല്ലേ? ചെറു നിങ്ങളുടെ അടുക്കളയുടെ പുറകുവശത്തെ ആ ചവിട്ടുപടിക്ക് കീഴെ തകിട് കണ്ടെന്ന് പറയും. ഭയങ്കര ജാലവിദ്യയായിട്ടായി പിശാച് വരുന്നേ. നിങ്ങളെ പറഞ്ഞ് അവൻ സമ്മതിപ്പിക്കും, നിങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിക്കും. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഭയപ്പെട്ട് നിങ്ങൾ രോഗികളായി മാറും. അല്ലേ? നിങ്ങൾ ആ ബന്ധനത്തിലേക്ക് അറിയാതെ തന്നെ പോവുകയാണ്. അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ കബളിപ്പിക്കും. അപ്പൊ ഇന്നത്തെ കാലത്ത് കള്ളപ്രവാചകന്മാർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. കള്ളപ്രവാചകന്മാർ ഒരുപാട് ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് അവരിങ്ങനെയുള്ള സൂത്രവിദ്യ കൊണ്ട്, ഈ മായാചാരം കൊണ്ട് നിങ്ങളെ സമീപിക്കും. നിങ്ങൾ തിരിച്ചറിയണം. അല്ലേ? എന്നിട്ട് ചെല്ലു വന്നിട്ട് ആരോ നിങ്ങൾക്കെതിരെ മന്ത്രം ചെയ്തിട്ടുണ്ട്, മന്ത്രവാദം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ തകിട് കുഴിച്ചിട്ടിരിക്കുന്നു, വീടിന്റെ പടിക്കലതുകൊണ്ട് അല്ലെങ്കിൽ കുഴിച്ചിട്ടിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് നിങ്ങളുടെ പണം തട്ടിയെടുക്കും. ഈശ്വരോ. പക്ഷെ ഈ തകിടുണ്ട് നിങ്ങളുടെ വീടിന്റെ മുമ്പിലും ചവിട്ടുപടിയുടെ അടിയിലും ഒക്കെ ഇതുണ്ടെന്ന് പറയുന്നതല്ലാതെ ആരും എടുക്കാറില്ല. എടുക്കാൻ അറിയില്ല. കാരണം ഉണ്ടായിട്ട് വേണ്ട എടുക്കാൻ. അല്ലേ? സ്തോത്രം. ഞാൻ മുമ്പ് പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ വിഷം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെ ഭാരപ്പെടുന്നു. ആ വിഷത്തെ പുറത്തെടുത്ത് കളയാനും അറിയില്ല. അവസാനം അറ്റകൈ പ്രയോഗമൊക്കെ ചെയ്ത് കളയാൻ ചേക്കും. അവിടെ വിശ്വസിപ്പിക്കണ്ട. അറ്റകൈ പ്രയോഗം.
കാരണം ഈ ഉപവസിക്കുക പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വയറ് വിശന്ന് ഇരിക്കുന്ന സമയങ്ങളാണ്. അല്ലേ? വയറ് വിശന്നാണ് ഉപവസിക്കുന്നത്. പിന്നെ അവർക്ക് ആഹാരം എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് പറയുന്നത് ദൈവവചനമാണ്. അവരെ ബലപ്പെടുന്ന പ്രാർത്ഥനയും ആരാധനയൊക്കെയാണ്. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് വലിയ ആദിഭൂതി ഇളകി. അല്ലേലിയ, അവർ ഭയപ്പെടാൻ തുടങ്ങും. ഭയപ്പെടുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞൊരു പിശാച് അവരെ കുടുക്കാൻ പോകും. വരുന്ന ഈ ഈ ജാലവിദ്യയായിട്ട് കടന്നു വരുന്നവർക്ക് ഇത് എടുത്തു കളയാൻ അറിയത്തില്ലാത്തതുകൊണ്ട് അവസാനം ഞാൻ പറഞ്ഞ അറ്റകൈ പ്രയോഗം. അവർ പറയും വീട്ടിലുള്ള കുറച്ച് വെളിച്ചെണ്ണ കൊണ്ടുവരാൻ പറയും. കുറച്ച് വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണ കൊണ്ട് ചില ചൂടാക്കും, ചില ചൂടാക്കാതെ വെള്ളം ഒഴിച്ചത് കുടിച്ചോളാൻ പറയും. അല്ലേ? അപ്പം വെള്ളം ഒഴിച്ച് വെളിച്ചെണ്ണ കുടിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് വെളിച്ചെണ്ണ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ വയറിനകത്ത് വളരെ പ്രശ്നം ഉണ്ടാകും. അല്ലേ? ആ വ്യക്തി പെട്ടെന്ന് അവർക്ക് വയറിനകത്ത് പ്രശ്നമുണ്ടായി. പിന്നെ വയർ ഒഴിച്ചിലൊക്കെ ഉസ്മോഷനാകും. അല്ലെ? ചിലർ ഛർദ്ദിക്കാൻ തുടങ്ങും. അപ്പൊ ഈ ജാലവിദ്യ കൊണ്ടൊക്കെ വന്നവർ പറയും, കൈവശം പുറത്തു പോയി. അപ്പോഴത്തേനും ആമിരലി ഈ വ്യക്തി ഒന്നുകൂടെ ഭയപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നതല്ലേ? നിങ്ങളുടെ ഇരിക്കിങ്ങനെ പല ജാലവിദ്യക്കാരും വന്നിട്ടില്ലേ? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പണം തട്ടിയെടുത്തിട്ടില്ലേ? നിങ്ങളെ ഭയപ്പെടുത്തിയിട്ടില്ലേ? നിങ്ങൾ പലരെയും കൊണ്ടും എണ്ണ കുടിപ്പിച്ചിട്ടില്ലേ? നിങ്ങൾ പലരും ഛർദ്ദിച്ചിട്ടില്ലേ? ഒഴിച്ചിലായിട്ട് കിടന്നിട്ടില്ലേ? എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ കൂടോത്രങ്ങൾ മന്ത്രവാദത്തിൽ കൈവശം പോയിട്ടുണ്ടോ? അടുത്ത പ്രവാചകൻ വരുമ്പോൾ നിങ്ങൾ വീണ്ടും ഇത് പറഞ്ഞല്ലേ നിങ്ങൾ സമീപിക്കുന്നത്? നിങ്ങൾ വീട്ടിനകത്ത് എത്രയോ പേരെ വിളിച്ച് നിങ്ങളുടെ ഉള്ളിലെ കൈവശം മാറ്റികളെ ശുശ്രൂഷ നടത്തി. അവർ നിങ്ങൾക്ക് ഈ ആമി തിളപ്പിച്ച് എണ്ണ ഉപ്പിട്ട് അബദ്ധം നിങ്ങളെ കുടിപ്പിച്ച് നിങ്ങളുടെ വയറിളക്കിയതല്ലാതെ നിങ്ങളുടെ ഭവനത്തെ ബന്ധം ഒഴിഞ്ഞു. നിങ്ങൾ യേശുക്രിസ്തു പറഞ്ഞ വചനം വിശ്വസിക്കണം. അല്ലേ? യേശു പറയുക, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അല്ലേ? അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തി, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വീണ്ടും ജന്മം പ്രാപിച്ച സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ പിശാചിന് തന്ത്രങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. പിശാചിനെ ഭയപ്പെടുത്താൻ പറ്റത്തില്ല. അവൻ ആഭിചാരമായാലും മന്ത്രവാദമായാലും ക്ഷുദ്രമായിരുന്നാലും കൂടോത്രമായാലും കൈവിഷമായിരുന്നാലും ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ അത് ഭരിക്കത്തില്ല. കാരണം അവൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇന്ന് പകരം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാവേ, നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെയുള്ള ജാലവിദ്യയായിട്ട് വരുമ്പോൾ നിങ്ങൾ പറയണം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിനെ സകല ബലത്തെയും ചവിട്ടുവാൻ യേശു എനിക്ക് അധികാരം തന്നതുകൊണ്ടും, അത് തന്നെയുമല്ല കാൽവറി ക്രൂശിൽ പിശാചിന്റെ തലയെ യേശു തകർത്തു, അവന്റെ അധികാരത്തെ യേശു തകർത്തു. അതുകൊണ്ട് ഈ പൈശാചി ശക്തിക്ക് എന്നോടും എന്റെ കുടുംബത്തോടും എന്റെ തലമുറയോടും പോരാടാൻ കഴിയില്ല. ഞങ്ങൾ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് നിങ്ങൾ ചങ്കൂറ്റത്തോടെ പറയണം. ഹല്ലേലൂയ. അല്ലാതെ നീ വഞ്ചിക്കപ്പെടരുത്. സ്തോത്രം. വഞ്ചിക്കപ്പെട്ടാൽ, ഹല്ലേലൂയ, സ്തോത്രം, നീ തകരുക തന്നെ ചെയ്യും. പലർക്കും കരകയറാൻ കഴിയുന്നില്ല, പലർക്കും ഉയർച്ച പ്രാപിക്കാൻ കഴിയുന്നില്ല. വിശ്വാസത്തിലാണോ? വിശ്വാസത്തില പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, ശുശ്രൂഷയുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷേ അവർക്ക് മോചനം പ്രാപിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഉള്ളിൽ ഒരുതരം അന്ധവിശ്വാസം കിടക്കുന്നു. അല്ലെങ്കിൽ സാത്താനത് കണ്ട് നിങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. ജാലവിദ്യക്കാർ നിങ്ങളെ ഒന്നുകൂടെ ഭയപ്പെടുത്തുന്നു. അവർ നിങ്ങളുടെ പണം അപഹരിച്ചെടുക്കുന്നു. നിങ്ങൾ വീണ്ടും മാറാ രോഗിയായി മാറും. മാറാ രോഗി മാത്രം, മാറാ ബന്ധനത്തിലേക്ക് നിങ്ങൾ വരും. രക്തം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവസന്നിധി കർത്താവിനെ വിശ്വസിച്ചുകൊണ്ട് നീ ധൈര്യത്തോടെ പറയണം, സാത്താനെ, നിനക്ക് എന്നോട് എന്താണ്? നിനക്ക് എന്താണ് എന്നോട് അധികാരമുള്ളത്? നിനക്ക് എന്താണ് എന്റെ മേൽ കർത്തൃത്വമുള്ളത്? നീ ഞാനുമായിട്ട് ഒരിക്കലും ചേർന്ന് പോകത്തില്ല. നീ ഞാൻ ഒരിക്കലും ചേർന്ന് പോകാതിരിക്കത്തക്ക നിലയിൽ യേശു നിന്റെ തലയെ ക്രൂശിൽ തകർത്തതിന്റെ അധികാരം തകർത്തു. അധികാരം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. എനിക്ക് തന്നിരിക്കുന്ന അധികാരത്താൽ നിങ്ങൾ പറയണം, പിശാചിനോട് പറയണം, പിശാച്, യേശു എനിക്ക് തന്ന അധികാരത്താൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നെ ഞാൻ ശാസിക്കുന്നു, നിന്നെ ഞാൻ പുറത്താക്കുന്നു പറയുമ്പോൾ, അധികാരത്തിന്റെ വാക്കുകൾ നിങ്ങൾ കൽപ്പിക്കുമ്പോൾ ഈ പിശാച് പരാജയപ്പെട്ട് ഓടിപ്പോകും. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അതാണ് സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ച് കളയുമെന്ന് നമ്മൾ റോമലേഖനം പോകുന്ന 16-20 വായിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ അധികാരം ഉപയോഗിക്കണം.
അധികാരം ഉപയോഗിക്കാതെ ഈ ജാലവിദ്യയുടെ പുറകെ നിങ്ങൾ പോകരുത്. പ്രൈസലോ. കാരണം നിങ്ങളാണ് ജയാളി. യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കളും ജയാളികളാണ്. അവർ സാത്താനെയും അവന്റെ തന്ത്രങ്ങളെയും ജയിച്ചവരാണ്, പിശാചിനെ ജയിച്ചവരാണ്. പിന്നെ നിങ്ങൾ അവന്റെ വഞ്ചനയിൽ കുടുങ്ങിപ്പോകരുത്. ആരെങ്കിലും നിങ്ങളെ പറഞ്ഞ് മയക്കാൻ വന്ന് നിങ്ങൾ അതിൽ വിശ്വസിക്കരുത്. നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ്, നിങ്ങൾ അത് ഏറ്റെടുക്കുമ്പോഴാണ് അത് നിങ്ങൾക്ക് വലിയ ഭാരമായി മാറുന്നത്. നിങ്ങളോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുമ്പോൾ, നിങ്ങൾ അത് കേട്ട് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ അതിന് അടിമയായി മാറും. ഹല്ലേലൂയ. ഇവിടെ ഈ മദ്യപാനികള് അല്പാൽപ്പം കുടിച്ചു തുടങ്ങും, പുകവലിക്കാർ അല്പം പുക വലിച്ചു തുടങ്ങും, ലഹരി ഉപയോഗിക്കുന്നില്ല, ചെറിയ കുറച്ച് ഉപയോഗിച്ചു തുടങ്ങുന്നത്. അത് പിന്നെ വർദ്ധിച്ച് അവർക്കത് അതിനങ്ങ് അടിമകളായി മാറും, അഡിക്റ്റായി മാറും. എന്ന് പറഞ്ഞതുപോലെ സാത്താനും ചെറിയ കാര്യങ്ങളുമായിട്ട് നിങ്ങളെ എനിക്ക് സമീപിച്ച് നിങ്ങളോടത് പറഞ്ഞ് നിങ്ങളുടെ ഉള്ളിൽ തന്ന് നിങ്ങളെ വലിയ ബന്ധനത്തിലേക്ക് കൊണ്ടുപോകും. അല്ലേലിയ. മദ്യപാനിക്ക് പിന്നെ മദ്യപാനം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തതുപോലെ, മയക്കുമരുന്നടിമയ്ക്ക് മയക്കുമരുന്നില്ലാതെ ജീവിക്കാൻ പറ്റാത്തതുപോലെ നിങ്ങൾ ഈ ബന്ധനത്തിനകത്ത് അകപ്പെട്ട് നിങ്ങളുടെ കുടുംബം തകരും. അല്ലേലിയ. പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നിങ്ങൾ സാത്താനെ പേടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിലാണ് നീയെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണ് നീയെങ്കിൽ, അല്ലെങ്കിൽ നീ ഒരിക്കലും സാത്താൻ അടിമയാകരുത്. സാത്താന് നീ അഡിക്റ്റ് ആകരുത്. അവന്റെ ജാലവിദ്യകളൊന്നും നിന്റെ മേൽ വരരുത്. അവൻ പറയുന്നതൊന്നും നീ വിശ്വസിക്കരുത്. അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് നീ പിശാചിനെ ജയിക്കണം. അല്ലേ? യേശു സാത്താനെ ജയിച്ചു, മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു, അല്ലെങ്കിൽ സകലത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്ന യേശു ക്രിസ്തുവിന്റെ അധികാരമാണ് ഓരോ ദൈവത്തിന്റെ മേലുള്ളത്. പിന്നെ നീ എന്തിനാ പിശാചിനെ ഭയപ്പെടുന്നത്? ഹല്ലേലൂയ. നീ ഭയപ്പെടുന്ന നാളിൽ ഹല്ലേലൂയ നീ കർത്താവിനെ ആശ്രയിക്കണം, യഹോവയിൽ ആശ്രയിക്കണം, യേശുക്രിസ്തുവിൽ ആശ്രയിക്കണം. ഉടനെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തിന്റെ അടിത്തറ തോണ്ടാൻ, നിന്റെ തലമുറയെ നിന്റെ ജീവിതത്തെ തകർക്കുവാൻ പിശാച് പദ്ധതികളുമായി വരുമ്പോൾ ആദ്യമേ നീ ജയാളിയായി മാറണം. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നിന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അധികാരം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തുകയില്ല. യേശു പറയാണ്, ഇതൊന്നും നിങ്ങൾക്കൊരിക്കലും ദോഷം വരുത്തത്തില്ലെന്ന്. പിന്നെ നിങ്ങളോട് ആരാ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾക്ക് ദോഷം വരുത്തിയിരിക്കുന്നെന്ന്? ആ ജാലവിദ്യക്കാരല്ലേ പറഞ്ഞത്? നിങ്ങൾക്ക് കൂടോത്രമുണ്ട്, മന്ത്രവാദമുണ്ട്, ക്ഷുദ്രമുണ്ട്, ഏലസുണ്ട്, തകടമുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ കൈവിഷം തന്നിരിക്കുന്നൊക്കെ പറഞ്ഞ് ജാലവിദ്യക്കാരല്ലേ പറഞ്ഞത്? യേശു എന്താ പറഞ്ഞേ? അതൊന്നും നിങ്ങൾക്ക് ദോഷം ചെയ്യത്തില്ലെന്ന്. പിന്നെ നിങ്ങൾ ആര് പറഞ്ഞതാ വിശ്വസിച്ചത്? യേശു പറയുന്നത് വിശ്വസിക്കുക. എന്റെ ദൈവമക്കളെ, നിങ്ങൾ യേശു പറയുന്നത് വിശ്വസിക്കുക. വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളെ ചതിവിൽ അകപ്പെടുത്തുവാൻ, വഞ്ചനയിൽ അകപ്പെടുത്തുവാൻ, നിങ്ങളുടെ കുടുംബത്തെ ശൂന്യമാക്കുവാൻ, നിങ്ങളുടെ പോക്കറ്റ് കാര്യമാക്കുക, നിങ്ങളുടെ പേഴ്സ് കാര്യമാക്കുവാൻ, നിങ്ങളുടെ നന്മകൾ മുഴുവൻ അപഹരിച്ചെടുക്കാൻ വേണ്ടി സൂത്രവിദ്യയുമായി, ഹല്ലേലൂയ, സൂത്രപ്പണിയുമായിട്ട് പലരും നിങ്ങളെ സമീപിക്കും. ഹല്ലേലൂയ. പറഞ്ഞാൽ അത് എടുത്തു കളയണം, ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമ്മൾ വിവിധ രോഗത്തിനടിമയാണ്. വിവിധ രോഗം നമ്മുടെ മേലുണ്ട്. അങ്ങനെ രോഗം നമ്മുടെ മേൽ വന്നു കഴിയും, നമ്മളത് ചികിത്സിക്കാനായിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെല്ലും, ഡോക്ടറെ കാണും. ഡോക്ടറുടെ വിവരങ്ങളൊക്കെ പറയും. ആ ഡോക്ടർ ആ വിവരങ്ങളൊക്കെ കേട്ടിട്ട് വിവിധ ടെസ്റ്റുകൾ, സ്കാനിങ്ങുകളൊക്കെ ചെയ്യാൻ പറയും. അങ്ങനെ രോഗം കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ചികിത്സ തന്ന സൗഖ്യമാകും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, നമ്മുടെ മേലൊരു ബന്ധനമുണ്ടെന്ന്, നമ്മുടെ മേലൊരു പോരാട്ടമുണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അറിയിക്കുന്നവൻ അതിനെ ചികിത്സിച്ച് ഭേദമാക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് വിശ്വസിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവവചനം പറയുന്നത്, നിങ്ങളോട് പലതും പറഞ്ഞ് പണം പറ്റിക്കുന്ന പലരുമുണ്ട്. അങ്ങനെയുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ ഭാരപ്പെടും.
നിങ്ങളുടെ മക്കളിലൊരു ദോഷം കണ്ടാൽ, നിങ്ങളുടെ ഭർത്താവിലൊരു ദോഷം കണ്ടാൽ, ഭാര്യയുടെ ഒരു ദോഷം കണ്ടാൽ, നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയൂ അത് അവര് കൂടോത്രം ചെയ്തിട്ടാന്ന് പറയും. ലേരിയ അവർ ക്ഷുദ്രം ചെയ്തിട്ടാന്ന് പറയും. വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾക്ക് ഇങ്ങനെയുള്ള വാക്ക് പറയാൻ ലജ്ജയില്ലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സ്തോത്രം. ഞാൻ ഈ വചനമൊക്കെ പറയുമ്പോൾ ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച് ആത്മശക്തി പ്രാപിച്ച് ആത്മാവിൽ നിറഞ്ഞ് കർത്താവിന്റെ വേലയുമായി കർത്താവിന്റെ സന്നിധി നിൽക്കുന്നയാളാണ്. അല്ലേറിയ എനിക്ക് പിശാചിനെ പേടിയില്ല, എനിക്ക് പിശാചിനെ ഭയവുമില്ല. ഒരുവൻ വന്നിട്ട് എന്നോട് എന്നൊരു കുടത്രമുണ്ട്, വാസ് ക്ഷുദ്രമുണ്ട്, ഏലസുണ്ട്, തകിടുണ്ട്, ചെയ്ത്തു ദോഷമുണ്ട്, വരുത്തു ദോഷമുണ്ട്, ആ വരുത്തുപോക്കുണ്ട്, കൈവിഷം തന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയപ്പെടത്തില്ല. കാരണം എന്താണെന്നറിയോ? കർത്താവിനോട് പറഞ്ഞു ഞാൻ അവന്റെ തലയെ തകർത്തതാണ്, അവന്റെ അധികാരം തകർത്തതാണ്. പിന്നെ നീ ആരെ പേടിക്കണം? അവ ഒന്നും നിനക്ക് ദോഷം ചെയ്യത്തില്ല. അതിനു വേണ്ടിയിട്ടാണ് നിനക്ക് ഞാൻ അധികാരം തരുന്നത്. പാമ്പുകളിൽ തേളുകളിൽ ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്നാ ഞാൻ നീ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. നീ രക്ഷിക്കപ്പെട്ടപ്പോൾ, നീ കർത്താവിനെ അറിഞ്ഞപ്പോൾ, കർത്താവിനാൽ നീ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിനക്ക് ഈ അധികാരം കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പിശാച് നിനക്കൊരു ദോഷവും ചെയ്യുകയില്ല. പ്രൈസലോ. വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം ഈ വചനം അങ്ങനെ, വചനം വിശ്വസിച്ചാൽ മതി. അല്ലടിയ നിങ്ങൾ എന്നെ അല്ല വിശ്വസിക്കേണ്ടത്, ഞാൻ പറയുന്ന വചനങ്ങൾ വിശ്വസിച്ചാൽ. വചനം ദൈവത്തിൻ്റെതാണ്. ആ വചനം ജീവനുള്ളതാണ്. ആ വചനം അല്ലേരിയ സകല കെട്ടുകളെ പൊട്ടിക്കുന്നതാണ്. അല്ലേലുയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നം ഇതാ, ഭൂമിയിലെ ജാലവിത്തിക്കാർ പറയുന്ന തന്ത്രങ്ങൾ നീ വിശ്വസിക്കരുത്. പറഞ്ഞാൽ അതിനെ മാറ്റുവാൻ കഴിവുള്ളവൻ പറയുന്നത് നീ വിശ്വസിക്കണം. പ്രൈസലോ. ഇവിടെ ദൈവത്തിന് ഭയപ്പെടുന്നവന് എല്ലാം, ഭയപ്പെടുന്നവന് കറുത്തതെല്ലാം പിശാചായിട്ടാണ് തോന്നുന്നത്. ഈ ഭയപ്പെടുന്നവർക്ക് കറുത്തിരിക്കുന്നതെല്ലാം പിശാചായിട്ട് തോന്നും. അല്ലേരിയ. അത് അവരെ തെറ്റു പറഞ്ഞിട്ട് നമുക്കറിയാം. നമ്മുടെ ഈ മന്ത്രിമാരൊക്കെ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യും? എതിർ കക്ഷികളൊക്കെ കരിങ്കൊടി കാണിക്കാനായിട്ട് നിൽക്കും. കറുത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവർ റോഡിലേക്ക് ഇറങ്ങി വരും, കരിങ്കൊടി കാണിക്കും. അല്ലേരിയ. അങ്ങനെ കാണിക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ മന്ത്രിമാർക്ക് അതിന് ഭയങ്കര ഭയമാണ്. കറുത്തതെല്ലാം പിശാചെന്ന് അവർ ചിന്തിക്കുന്നത്. കറുത്തതെല്ലാം പിശാചാന്ന് പറയുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നതും കറുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നത് എല്ലാവരെയും കാണുമ്പോൾ അവരെല്ലാം പിശാചുകളാണെന്നാണ് ഇവർ പറയുന്നത്. ലേരിയ. മാറി മാറി വരുന്ന അധികാരികൾ നിങ്ങൾ ചെയ്യുന്ന അവർക്ക് ചെയ്യുന്ന കണ്ടാൽ മതി. അപ്പം കറുത്തതിനെ എല്ലാവരും ഭയപ്പെടും. അത്രമാത്രം അവൻ അല്ലരിയ കറുത്തതിനെ അല്ലരിയ ഭയപ്പെട്ടാ പോന്നെ. എന്നാൽ നിങ്ങൾ കറുത്തതിനെ കാണുമ്പോൾ കറുത്തതെല്ലാം പിശാചാന്ന് പറയാതെ നിങ്ങൾ ഉത്സാഹത്തോടെ ജീവിക്കാൻ പഠിക്കണം. ലരിയ. മറ്റുള്ളവർ നിങ്ങളെ തടയുമ്പോൾ, മറ്റുള്ളവർ നിങ്ങളെ തന്ത്രങ്ങളിലൂടെ കുരുക്കുവാൻ ശ്രമിക്കുമ്പോൾ, കറുത്ത വേഷം കെട്ടി നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അതെല്ലാം പിശാചുകളാന്ന് പറയാതെ അതിനെ ജയിക്കണമെങ്കിൽ നീ സത്യസന്ധനായിരിക്കണം. അതിനെ ജയിക്കണമെങ്കിൽ നിന്റെ കൈകളിൽ ആമേനലിയ മലിനപ്പെടരുത്, നിന്റെ ജീവിതം മലിനപ്പെടരുത്, നിന്റെ വസ്ത്രം മലിനപ്പെടരുത്, നിന്റെ വാക്കുകൾ, നിന്റെ നോട്ടം, നിന്റെ ചെവി, നിന്റെ കേൾവികളൊന്നും മലിനപ്പെട്ടു പോകരുത്. നീ സത്യസന്ധനാണെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് പിശാചിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ കറുത്തതെല്ലാം കാണുമ്പോൾ, കറുത്ത വസ്ത്രം കാണുമ്പോൾ, കറുത്ത ധരിച്ചവരെ കാണുമ്പോൾ, കറുത്തതെല്ലാം കാണുമ്പോൾ, കറുപ്പ് കാണുമ്പോഴെല്ലാം പിശാചാണ് എന്ന് പറഞ്ഞ് നീ അല്ലെങ്കിൽ നീ ഒരുങ്ങത്തില്ല. നീ വിശുദ്ധിയിൽ നിൽക്കുന്നെങ്കിൽ, സത്യസന്ധത, അഴിമതി നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് എവിടെയും തല ഉയർത്തി നിൽക്കാം. അല്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ കറുത്തതെല്ലാം പിശാചാന്ന് പറഞ്ഞ് നടക്കും. എനിക്ക് നിൽക്കുന്ന പ്രശ്നം, സാത്താനെ നിങ്ങൾ അല്ലേലിയ തോൽപ്പിക്കണം. അവരോട് എതിർത്ത് നിങ്ങൾ ജയിക്കണം. അല്ലേലിയ. സ്തോത്രം. സാത്താനെ കരുതി കലങ്ങുന്ന ജനങ്ങൾ കർത്താവിന്റെ സാന്നിധ്യവും അവന്റെ വിശുദ്ധിയും ദൂതന്മാരുടെ സാന്നിധ്യവും അവർ അർഹിക്കുന്നില്ല, ആഗ്രഹിക്കുന്നുമില്ല. സാത്താനെ കരുതി ഹൃദയം കലങ്ങിയിരിക്കുന്നവർ ദൈവ സാന്നിധ്യവും വചനത്തിന്റെ സാന്നിധ്യവും ജീവിത വിശുദ്ധി ദൂതന്മാരുടെ സാന്നിധ്യം ഒന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അവരതിനകത്ത് നിൽക്കുന്നില്ലെന്നുള്ളതാണ്. സാത്താനെ ഓർത്ത് കലങ്ങി മറിഞ്ഞു കിടക്കുക. അല്ലേലിയ. മക്കളെയും പെരുവെള്ളം പൊട്ടി വരുമ്പോൾ അല്ലെങ്കിൽ മരമൊക്കെ നമുക്കറിയാം, ഉൾപ്പൊട്ടിയൊക്കെ വരുമ്പോഴത്തേനും ആ വെള്ളം വരുന്നങ്ങനെ ചീറും ചെടിയും മരവും കല്ലും എന്നുകൊണ്ട് എല്ലാം കൂടെ അടിച്ചു കലക്കി കൊണ്ടുവരുന്നത് പോലാണ് ചിലരുടെ ഹൃദയം ഇരിക്കുന്നത് സാത്താനെന്ന് കേൾക്കുമ്പോൾ.
ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് രക്ഷപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കണം. ദൈവ സാന്നിധ്യം അനുഭവിക്കണം. വചനം നിന്റെ ഉള്ളിലുണ്ടായിരിക്കണം. ഹല്ലേലൂയ. സാത്താനെ നീ പരാജയപ്പെടുത്തണം. വിശുദ്ധ ജീവിതം. ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് ചുറ്റും പാളയം ഇറങ്ങിയിട്ടുണ്ട്. അവർ നിന്നെ സംരക്ഷിക്കും. നിന്റെ ഉള്ളിലെ ഭയത്തെ നീ നീക്കിക്കളയണം. നിന്റെ ഉള്ളിലെ ഭയത്തിന്റെ ആത്മാവിനെ നീക്കിക്കളയണം. പ്രൈസറോ. അപ്പൊ നിങ്ങളുടെ ഉള്ളിലെ ഭയത്തിന്റെ ആത്മാവിനെ നീക്കിക്കളയാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ അധികാരം തന്നത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവി, നീ ഈ ലോകത്തിൽ സാത്താനെ ഭയപ്പെടരുത്. ഇരുളിനെ നീ ഭയപ്പെടാൻ പാടില്ല. അന്ധകാര ശക്തികളെ ഭയപ്പെടാൻ പാടില്ല. ജാലവിദ്യക്കാർ നിനക്കെതിരെ കടന്നു വന്ന് നിനക്ക് അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ നീ അതിന് അഡിക്റ്റായി പോകരുത്. ലരിയ. നാം ഏതിന് അടിമയാകുന്നോ അത് നമ്മെ തോൽപ്പിക്കും. ലരി. അങ്ങനെയാണ് ദൈവത്തിനും പഠിപ്പിക്കും കാണുന്നത്. ഇവിടെ നാം ദൈവത്തിന് പറയുന്നു, ആമീൻ, അവർ ഒക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണെന്ന് എബ്രായ ലേഖനം 1:14 ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് യേശു. അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ള ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന ദൂതന്മാരുടെ സംരക്ഷണം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ ഏത് വഴിക്ക് പോയാലും, നീ ഏത് വഴിക്ക് യാത്ര ചെയ്താലും, നീ എവിടെ പോയാലും നിന്നെ സംരക്ഷിക്കുന്ന ദൂതന്മാരുടെ സാന്നിധ്യം നിനക്കുണ്ട്. രക്തം ചെയ്യും. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ തനിച്ചുവിടത്തിൽ, അനാഥനായി വിടത്തിൽ എന്ന് പറഞ്ഞത്. നിനക്ക് വലിയ സംരക്ഷണം തന്നിട്ടാണ് നിന്നെ ദൈവം അയക്കുന്നത്. ആ ദൈവിക സംരക്ഷണത്തിന്റെ കീഴിലാണ് നീ യാത്ര ചെയ്യുന്നെങ്കിൽ നിന്നെ ആർക്കും ഭയപ്പെടുത്താൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് 91 സങ്കീർത്തനം 11 വാക്യം വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളോട് വായിച്ചാൽ മതി. 91 സങ്കീർത്തനമൊക്കെ ഭയപ്പെടുന്ന ആളിൽ നാം വായിച്ച് ഒരുപാട് ആനന്ദിക്കാറുള്ള വചനങ്ങളാണ്. അവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയണം, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന്, നീ കടന്നു പോകുന്ന എല്ലാ വഴികളിലും നിന്നെ കാത്തു സൂക്ഷിക്കേണ്ടതിന്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന സഹോദരൻ, നിങ്ങൾക്ക് എന്നോടൊപ്പം ചേർന്ന് പറയാൻ കഴിയുമോ? ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ എല്ലാ വഴികളിലും, നിങ്ങൾ പറയും എന്റെ എല്ലാ വഴികളിലും, ഹല്ലേലൂയ, നിന്നെ കാക്കേണ്ടതിന് എന്ന് പറഞ്ഞ് നിങ്ങളെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ എന്നെ കുറിച്ച്, എന്റെ മക്കളെ കുറിച്ച്, എന്റെ ഭർത്താവിനെ കുറിച്ച്, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. പ്രൈസ്. നീ പ്രഭാതത്തിൽ ജോലിക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ, നിന്റെ ഭർത്താവിനെ ജോലിക്ക് അയക്കുമ്പോൾ, നിന്റെ ഭാര്യ ജോലിക്ക് പോകുമ്പോൾ, നിന്റെ മക്കൾ പഠിക്കാൻ കടന്നു പോകുമ്പോൾ, നിന്റെ മക്കളെ വിദേശത്ത് ജോലിക്ക് അയക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ പറഞ്ഞ് അയക്കണം. നിങ്ങൾ അവരെ പ്രാർത്ഥിച്ച് പറഞ്ഞ് അയക്കുമ്പോൾ ഈ വചനം പറയണം, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് പറഞ്ഞ് ആ മക്കളെ, നിങ്ങളെ സ്വയമായി വചനത്തിൽ ഉറപ്പിച്ച് അധികാരം കയ്യിലെടുത്തുകൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നെങ്കിൽ ആ യാത്രയൊക്കെ ശുഭമായിരിക്കും. രക്തം ചെയ്യും. കാരണം നീ പോകുന്ന എല്ലാ വഴി നിന്നെ കാക്കേണ്ടതിന് ദൂതന്മാരുടെ വലിയ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന മാതാവേ, പിതാവേ, പിശാചിനെ നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ. വലിയ ദൈവ സാന്നിധ്യം നിനക്ക് ചുറ്റിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ വചനം പറയുമ്പോൾ ഞാൻ കാണുന്ന, ഞാൻ ആത്മാവിനോട് പറയുന്നു, ആരും ദൈവത്തെ ഭയമില്ലാതെ, ദൈവത്തെ ആശ്രയിക്കാതെ, വചനത്തിൽ ആശ്രയിക്കാതെ, ദൈവത്തോട് ചേർന്നിരിക്കാതെ, ദൂതന്മാരുടെ സംരക്ഷണത്തിൽ വരാതെ പലരും പിശാചിനെ ഭയപ്പെട്ടിരിക്കുന്നതെന്ന് ദൈവാത്മാവ് പറയും. പലർക്കും അങ്ങനെ ചിന്ത. നീ അതിൽ നിന്ന് പകൽ പുറത്തു വരണം കേട്ടോ. സാത്താന്റെ അടിമയായി മാറരുത്. നീ ദൈവത്തിനത്തെ അനുസരിച്ച് കർത്താവിനോട് കൂടി നിൽക്കണം. അപ്പൊ യഥാർത്ഥ ഒരു ദൈവത്തിന് യാതൊരു മന്ത്രവാദവും ക്ഷുദ്രവും ബാധിക്കുകയില്ല എന്ന് ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സംഖ്യാപുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥമായ ഒരു ദൈവത്തിന്, വീണ്ടെടുക്കപ്പെട്ട യഥാർത്ഥ ദൈവത്തിന്, യേശുക്രിസ്തുവിനാൽ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിനാൽ പ്രാപിച്ച, ക്രിസ്തുവിന്റെ രക്തത്തിൽ ശുദ്ധീകരണം പ്രാപിച്ച, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന, ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന ഒരു വ്യക്തിക്കും, ഹല്ലേലൂയ, ഒരു വ്യക്തിക്കും, ഹല്ലേലൂയ, സ്തോത്രം, ആ വിചാരവും മന്ത്രവാദവും ക്ഷുദ്രങ്ങളോ ഒന്നും ഭരിക്കുകയില്ല.
അല്ലേ? അതുകൊണ്ടാണ് സംഖ്യാപുസ്തകം 23 അധ്യായം 23 വാക്യത്തിൽ പറയുന്നത്, ആഭിചാരം അല്ലെങ്കിൽ യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിൽ ഭരിക്കുകയുമില്ല. ഇപ്പോൾ യാക്കോബിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും ദൈവം എന്തെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നു എന്നേ പറയാം. കണ്ടോ? ആഭിചാരം യാക്കോബിന്റെ മക്കൾക്ക് ആഭിചാരം ഫലിക്കുകയില്ല, അല്ലേ? ലക്ഷണവിദ്യയായിട്ട് ഇസ്രായേലിന് നേരെ ചെന്നാൽ അതും ഫലിക്കത്തില്ലെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ മക്കളാണ് നിങ്ങള്, അല്ലേ? ഒരാഭിചാരവും നിന്റെ കുടുംബത്തിന്റെ തലമുറയ്ക്ക് നേരെ ഭരിക്കത്തില്ല. ഒരു മന്ത്രവാദിശക്തി നിന്റെ കുടുംബത്തെ തകർക്കാൻ കഴിയത്തില്ല. ഒരു ക്ഷുദ്രപ്രയോഗിക്കാനും ഒരു കൂടോത്തർക്കാനും ഒരു ഏലസും തകിടും ഒരു കൈവിഷത്തിനും നിന്റെ കുടുംബത്തെ തകർക്കാൻ കഴിയത്തില്ല. നിന്റെ തലമുറയെ തകർക്കാൻ കഴിയത്തില്ല. നീ വചനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, വചനത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ ഉടച്ചു കളയുവാൻ, തകർത്ത് കളയുവാൻ ആർക്കും കഴിയില്ല. ഹല്ലേലൂയ. നീ പിശാചിനെ വിശ്വസിക്കുമ്പോഴേ പോരാട്ടം മുഴുവൻ നിനക്ക് വരുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യേശു പറയുക, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ലെന്ന്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം നിങ്ങൾ വായിക്കുമ്പോൾ കാണാൻ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 54 അധ്യായത്തിന്റെ 17 വാക്യം, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ഹല്ലേലൂയ. അത് നിനക്ക് വിരോധമായി പിശാച് ഉണ്ടാക്കുന്ന സകല ആയുധവും, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന സകല തന്ത്രങ്ങളെയും, ഹല്ലേലൂയ, സ്തോത്രം, അത് നിന്റെ മേൽ വരത്തില്ലെന്ന്. കാരണം നിന്നോട് കൂടെ യേശുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, യേശു നിന്നോട് കൂടെയുണ്ട്. അവന്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കണം. യേശുവിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കണം. ഹല്ലേലൂയ. അപ്പം വീണ്ടും ദൈവത്തിന്റെ വചനം പറഞ്ഞ, പരാജയപ്പെട്ട ശത്രുവാകുന്ന സാത്താൻ എന്ന് പറഞ്ഞ പരാജയപ്പെട്ടവനെ കാൽവരി ക്രൂശിൽ അവന്റെ തലയെ യേശു തകർത്തു. അവന്റെ അധികാരം തകർത്തു. ഹല്ലേലൂയ, സ്തോത്രം. ഇനി അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവൻ തന്ത്രങ്ങളാണ്. ആ തന്ത്രം മനുഷ്യനിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യനാണ് നിങ്ങളെ ഭയപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പരാജയപ്പെട്ട ശത്രുവാണ് സാത്താൻ. മുമ്പ് തന്നെ അവന്റെ തലയെ ക്രൂശിൽ വെച്ച് യേശു തകർത്തു കളഞ്ഞു. അവന്റെ മേൽ കർത്താവ് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുക. സാത്താന്റെ മേൽ അധികാരം കർത്താവ് ദൈവജനത്തെ നിങ്ങൾക്കാണ് തന്നിരിക്കുന്നത്. സാത്താന് നിങ്ങളുടെ മേൽ അധികാരമല്ല, നിങ്ങൾക്ക് സാത്താന്റെ മേൽ അധികാരമാണ്. പ്രൈസ്. അതുകൊണ്ട് സാത്താന്റെ തലയെ നീ തകർക്കുമെന്ന് പറഞ്ഞത്. സാത്താന്റെ തലയെ നീ തകർക്കത്തക്ക നിലയിലുള്ള അധികാരമാണ് യേശു നിനക്ക് തന്നത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ. അപ്പം പിശാചിനെ നോക്കിക്കൊണ്ട് നീ പറയണം, കർത്താവിന്റെ നാമത്തിൽ സാത്താനെ എന്നെ വിട്ടു പോ എന്ന് പറഞ്ഞ് പിശാചിനെ തുരത്തി ഓടിക്കണം. സാത്താനെ എന്നെ വിട്ടു പോ, അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ? നീ പിശാചിനെ തുരത്തി ഓടിക്കണം. അല്ലേ? അത് പറയുവാൻ ജീവിത വിശുദ്ധി ആവശ്യമാക്കട്ടോ. അല്ലേ? ജീവിത വിശുദ്ധി ഇല്ലാതെ സകല അക്രമത്തിലും അരാജകത്തിലും സകല അശുദ്ധിയിലും ജീവിച്ചിട്ട് സാത്താനെ എന്നെ വിട്ടു പോകുമെന്ന് പറഞ്ഞാൽ അവൻ നിന്നെ വിട്ടു പോകത്തില്ല. അവൻ നിന്റെ മേൽ ആധിപത്യം പുലർത്തും. എന്നാൽ നീ ജീവിത വിശുദ്ധിയോടെ ജീവിക്കുന്നവനാണെങ്കിൽ, വിശ്വാസത്തിൽ നിൽക്കുന്നവനാണെങ്കിൽ, വിശുദ്ധിയിൽ നിൽക്കുന്നവനാണെങ്കിൽ, ദൈവവചനം അനുസരിക്കുന്നവനാണെങ്കിൽ, കർത്താവിനോട് കൂടെ നടക്കുന്നവനാണെങ്കിൽ, ദൂതന്മാരുടെ സംരക്ഷണം നിനക്കുണ്ടെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സാത്താനെ എന്നെ വിട്ടുപോകും, സാത്താനെ എന്റെ മക്കളെ വിട്ടുപോകും, സാത്താനെ എന്റെ കുടുംബത്തെ വിട്ടുപോകും എന്ന് പറഞ്ഞാൽ അവൻ നിന്റെ കുടുംബത്തെ നിന്റെ മക്കളെ വിട്ടു ഓടിപ്പോകും. ഹല്ലേലൂയ, സ്തോത്രം. യേശുക്രിസ്തു സ്നാനപ്പെട്ട ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. 40 നാൾ കഴിഞ്ഞപ്പോൾ യേശുവിനെ വിശന്നു. പരീക്ഷകൻ എടുത്തു വന്ന, നീ ദൈവപുത്രനാണെങ്കിൽ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കാൻ പറഞ്ഞു. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന വചനം കൊണ്ടും അവൻ ജീവിക്കുന്നു. പിന്നെ ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഈ കാണുന്നതെല്ലാം എന്റേതാണ്, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ആലയത്തിന്റെ അഗ്രത്തിൽ കൂട്ടിക്കൊണ്ട് പോയിട്ട് നീ ഇവിടെ നിന്ന് ചാട്, നിന്നെ കാക്കൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന്. പിശാച് പാലത്താണ് ഈ വിഷയം. യേശു അതിനെ എല്ലാം തുരത്തി ഓടിച്ചു. പിശാച് യേശുവിനെ വിട്ടു പോയെന്നാ ദൂതന്മാരും യേശുവിനെ സൂക്ഷിച്ചത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, പിശാചിനെ ഭയപ്പെടരുത്. ലേരിയ
അവനെ നീ ദൂരത്തിൽ ഓടിക്കുവാനുള്ള അധികാരം പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തിൽ ചവിട്ടുവാൻ ആമി കർത്താവ് നിനക്ക് അധികാരം തന്നു. അതുകൊണ്ട് അവയിൽ ഒന്നും നിനക്കൊരു ദോഷവും വരുത്തത്തില്ല. നിന്റെ പേര് സ്വർഗത്തിലുണ്ട്, ജീവന്റെ പുസ്തകത്തിൽ ഉള്ളത് കൊണ്ട് ആമി നിന്നെ തകർക്കുവാൻ ഈ ഭൂമിയിൽ ഒരു അന്ധകാര ശക്തിക്കും ഒരു ഇരുളിന്റെ ശക്തിക്കും ഒരു കറുപ്പിനും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. നിങ്ങൾക്ക് അങ്ങനെ ബോധ്യമുണ്ടോ? അല്ലേ? ആ ബോധ്യത്തിലൂടെ ജീവിക്കുമ്പോഴാണ് നിനക്ക് എവിടെയും ജയിക്കാൻ കഴിയും. അല്ലേ? അപ്പം ഇവിടെ പിശാചിനെ തുരത്തുമുള്ള അസംഖ്യം വാക്തത്വങ്ങൾ വേദപുസ്തകത്തിൽ മുഴുവനും ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് നൽകിയിട്ടുണ്ട്. പിശാചിനെ തുരത്തുക മാത്രമല്ല, ദൈവിക ശക്തിയും കർത്താവ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അധികാരവും ആമേൻ ഹല്ലേലൂയ പിശാചിനെ ഓടിക്കുന്നതിന് കാരണമാണ്. ഹല്ലേലൂയ. പിശാചിനെ തുരത്തി ഓടിക്കാനുള്ള ദൈവിക വാക്തത്വങ്ങളും അധികാരങ്ങളും കർത്താവ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാൾ അടയാളങ്ങൾ നടക്കും, എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന് യേശു മർക്കോസ് സുവിശേഷം 16:17 പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അവൻ തന്റെ 12 ശിഷ്യന്മാരെയും തന്റെ അടുക്കൽ വരുത്തിയിട്ട് അശുദ്ധാത്മാക്കളെ തുരത്തുവാനും സകല വ്യാധികളെയും രോഗങ്ങളെയും നീക്കുവാനുള്ള അധികാരം നൽകിയെന്ന് മത്തായിയുടെ സുവിശേഷം 10:1 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നത് ഈ വചനം നീ വിശ്വസിക്കണം. ഈ വചനത്തിനാണ് നീ നിൽക്കുന്നതെങ്കിൽ നിന്നെ ഒരുത്തർക്കും തകർക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് അശുദ്ധാത്മാക്കളെ തുരത്തുമുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. യേശുവിന്റെ നാമത്തിൽ പിശാചിനെ തുരത്തുമുള്ള ശക്തി നിങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. അവൻ തീർച്ചയായും നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ സിംഹത്തിന്മേലും മണലിന്മേലും ചവിട്ടുവാൻ ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും മെതിച്ചു കളയാനുള്ള അധികാരമാണ് ദൈവം നിനക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. 91 സംഗീതം 13 വാക്യം വായിച്ച് കാണാൻ കഴിയും. എന്താ? ഹല്ലേലൂയ. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. യഥാർത്ഥത്തിൽ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തി ഒരിക്കലും പതറിപ്പോകത്തില്ല, ഒരിക്കലും അവൻ തളർന്നു പോകത്തില്ല. അവൻ ദൈവത്തിൽ ജയം പ്രാപിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ആരെങ്കിലും പിശാചിനെ ഭയപ്പെട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, പിശാചിന് അഡിക്റ്റ് ആണെങ്കിൽ, മന്ത്രവാദങ്ങൾ തന്ത്രങ്ങൾക്കും കൂടത്തും ശുദ്ധിനും സേലസും കൈവശത്തിനും അടിമയാണ് എന്ന് നിന്നെ ആരെങ്കിലും പറഞ്ഞ് ഭയപ്പെടുത്തി നിന്നെ ഇന്നും ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നെങ്കിൽ, നീ ആ പിശാചിന്റെ ശക്തിയെ നോക്കി പറയണം, എന്നെ തകർക്കുവാൻ ആർക്കും കഴിയില്ല. കാരണം യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മകനാണ്, മകളാണ്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തിൽ ചവിട്ടുവാൻ കർത്താവിനിക്ക് അധികാരം തന്നിട്ടുണ്ട്. എന്റെ പേര് സ്വർഗത്തിലുണ്ട്, എന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഞാൻ സാത്താനെ തുരത്തി ഓടിക്കാനുള്ള അധികാരം എനിക്കുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ജയം പ്രാപിക്കണം. ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഭയപ്പെടുന്ന നാളിൽ നീ യഹോവയിൽ ആശ്രയിക്കുക. ആരെങ്കിലും ജീവിതത്തെ തളർന്ന് ക്ഷീണിച്ചും ബുദ്ധിമുട്ടി സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ കർത്താവേ അവരുടെ മേൽ വലിയ വിടുതലയക്കണമേ. വചനത്തിന് ജനത്തെ ഉറപ്പിക്കണമേ. പിശാചിനെ കുടുങ്ങിപ്പോട്ടെ, കണ്ണുകൾ അടച്ചാട്ടെ. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങൾ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ഭയപ്പെടുത്താൻ ദൈവത്തിന്റെ ദാസന്മാരെ ഭയപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തെ ഇല്ലായ്മയെ ശ്രമിക്കുന്ന പിശാചിന്റെ സകല പദ്ധതികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തെ ഞങ്ങൾ ശാസിക്കുകയാണ്. ജാലവിദ്യയുമായി പലരും കടന്നു വന്ന് ജനത്തെ ഭയപ്പെടുത്തി പണം തട്ടാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തികളെ യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ശാസിക്കുകയാണ്. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരത്തിനും യൗവനത്തിനും വാർത്തത്തിനും ആൽപ്പെടുത്തിനും അശമ യാചക ഓർഫനേജ് ചോളുടെ തടവറയിൽ കിടക്കുന്നവർ, കേരളത്തെ 3.3 കോടി ജനം തലമുറ നടത്തിപ്പെടാത്ത സ്ഥാനത്തുള്ള ആളുകൾ, ഇന്ത്യയിലെ 140 കോടി ജനത്തിനായി, ഹല്ലേലൂയ, ലോകരാജ്യം 800 കോടി ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖല ഭരിക്കുന്നവരും ജനത്തെ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, രാജ്യത്തുകൾ കാക്കുന്ന BSCRP പോരാട്ടമുള്ള ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് രഹസ്യാംശ വിഭാഗങ്ങളെ കർത്താവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കരയിൽ കടലും ആകാശമാർഗം വാഹനം ഓടിക്കുന്നവരെ, വാഹന നിർമ്മിതാക്കളെ, കർത്താവ് സെൻസ് ചെയ്യുന്നവരെ, കർത്താവിനെ ദേവരുടെ പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യൽ വിവിധ വിഭാഗങ്ങൾക്കായി, കർഷക മേഖല, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, കർത്താവ് യൂണിയൻ രംഗത്ത് ഡ്രൈവേഴ്സിനെയും, കർത്താവ് കടൽവാസികളെ, തീരദേശവാസികളെ, സമുദ്രത്തിൽ മത്സ്യത്തിനെ കടന്നു വരിക്കുന്നവർ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് സമുദ്രത്തിന് ആളുകൾ, ഖനികൾ, കമ്പനികളൊക്കെ, ഫാക്ടറികൾ, വലിയ ചെറുതുമായ വ്യാപാരി വ്യവസായികളെയും
നല്ല വഴിയുടെ കച്ചവടക്കാരി ഓർത്ത് പ്രാർത്ഥിച്ച സകല മേഖല, പുതുമേഖല, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ഭാഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാർ, സാമൂഹിക സാംസ്കാരിക സംഘടന, രംഗത്തിൽ ചരിത്രമാധ്യമ മീഡിയ ഭരണപ്രതിപക്ഷ പാർട്ടികളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രത്യേകിച്ച് വയനാടിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദുരിത മേഖലയിൽ കർത്താവ് ജനത്തിന് ആശ്വാസം സമാധാനം കൊടുക്കണമേ. ആമീൻ. കർത്താവ് ജീവിതത്തിൽ നഷ്ടപ്പെട്ടവന് ഏത് കുടുംബമുണ്ട്, അവരുടെ വേദന അനുഭവിക്കുന്നവർ, ആമീൻ, ദുരിതാശ്വാസ ക്യാമ്പിൽ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നവർക്കെല്ലാം ദുരിതാശ്വാസം കൊടുക്കണം. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോർക്കെല്ലാം ദൈവിക സമാധാനം കൊടുക്കണമേ. നഷ്ടപ്പെട്ടവൻ മുഴുക്കിയും പുതുക്കിയെടുക്കുവാൻ, ആ ദേശത്തെ കർത്താവ് പുനരുദ്ധരിക്കുവാൻ, ആ ദേശത്തെ പുനഃസങ്കല്പിക്കുവാൻ നാളുകളിൽ കർത്താവിൽ ജനം മുമ്പോട്ട് വരുമ്പോൾ അതെല്ലാം കർത്താവിന്റെ ഹിതപ്രകാരം എല്ലാം സമയാസമങ്ങൾ പൂർത്തീകരിക്കേണ്ടതിനായി ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്ത് വിവിധ കർത്താവ് അവസാന വിദേശം പഠിക്കാനായി ജോലിക്ക് കടന്നു പോയിരിക്കും പ്രിയപ്പെട്ടവർ, കഷ്ടം സഹിക്കും, വേദന, ദുഃഖങ്ങൾ, മണ്ണാനത്തിൽ കഷ്ടപ്പെടുന്നവർ, സാലറി കിട്ടാതെ വീസ നഷ്ടപ്പെട്ട് നാട്ടിൽ കടന്നുവരാൻ കഴിയാതെ ഭാരപ്പെടുന്നു, വിദേശരായി പീഡ അനുഭവിക്കുന്ന സൗര്യമാർ, അല്ലെങ്കിൽ മധ്യത്തിൽ മയക്കുമരുന്നിന്റെ അടിമപ്പെട്ട് കിടക്കുന്നവരെ എല്ലാം ദൈവം പിടിപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വിദേശത്തിന്റെ കർത്താവ് സഹോദരങ്ങളുടെ ഭാരതത്തിന്റെ വിവിധ സ്ഥലങ്ങളും ഞങ്ങളുടെ സ്വദേശം കർത്താവിന്റെ വേല ദൈവത്തിന്റെ ദാസിദാസന്മാർ, കുടുംബങ്ങൾ, തലമുറകളെ കർത്താവ് സൂക്ഷിക്കണം. സുവിശേഷം പോകാൻ ജയിലിൽ കഷ്ടം സഹിക്കുന്നവരുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്, അവരെല്ലാം ദൈവം മാനിക്കണമേ. ബന്ധനങ്ങൾ അകപ്പെട്ട് കിടക്കുന്ന രോഗികളായി കിടക്കുന്നവർക്കെല്ലാം സൗഖ്യം കൊടുക്കണം. മദ്യത്തിനും മയക്കും പദാർത്ഥം കുടുംബജീവിതം തകർന്ന് ചിന്ന ഭിന്നമായി കിടക്കുന്ന തലമുറകൾ നാശത്തിലേക്ക് പോകാതെ മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ കർത്താവ് പിശാചിനെ ജയിക്കുവാൻ അധികാരം ഏറ്റെടുത്ത് ജനം വിശുദ്ധമായി ജീവിപ്പാണ്ടയാകണം. സകല മുഖത്ത് കൊടുക്കണം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.